ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിച്ചമാണ് തിരുദൂതർ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രഭാഷണമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും ഉത്കൃഷ്ടമായ മാതൃകയാണ്. പരിശുദ്ധ ഖുർആനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും നമ്മുടെ പ്രമാണമാണ്. അതിനാൽ നമ്മളുടെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാനമായി മാറുന്നുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ വ്യക്തിഗതവുമായ സാമൂഹികമായ ബന്ധങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമായി മാറുന്നു എന്നത് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് എന്ന വ്യക്തിയിൽ നിന്ന് പ്രവാചകത്വം നുബുവത്ത് ലഭിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുന്ന ഒരു സന്ദർഭം അത് വഹയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ ഭാഗം ഇഖ്റ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചർച്ച തുടങ്ങുന്നുണ്ട്. പ്രവാചകത്വം തന്നെ നുബുവത്ത് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹികമായ ഒരു ഉണർവിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമൂഹത്തെ ഉണർത്തുവാൻ, വിദ്യ അഭ്യസിക്കുവാൻ, അറിവുള്ളവരാകുവാൻ, ബോധമുള്ളവരാകുവാൻ, അതിലൂടെ വിവേകമുള്ളവരാകുവാൻ എന്ന ഒരു ശാസനയാണ് നുബുവത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ സംഭവിക്കുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നമ്മളിലേക്ക് ബന്ധപ്പെടുന്നത് അതിന് ശേഷമുണ്ടായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിന് ശേഷം പനി പിടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്കെത്തുകയും ഖദീജ റളിയല്ലാഹു അൻഹയോട് എന്നെ പുതപ്പിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ ആകെ ഭയപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന ഒരു മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് കാര്യം പറയുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണ്, ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ആവുന്നതിൻ്റെ തൊട്ട് നിമിഷം മുമ്പ് വരെ എന്ന് നമുക്ക് ആ ഒരു സംഭാഷണത്തിൽ കാണാൻ കഴിയും. ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന ആ ഒരു വർത്തമാനമുണ്ട്, കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ. ഇല്ല, ഒരിക്കലുമല്ല റസൂലെ, നബിയെ, താങ്കളെ അള്ളാഹു വെറുതെ ഒന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല, ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇന്നക ലതസിലുർ റഹ്മ, പ്രവാചകരെ താങ്കൾ, റസൂലെ താങ്കൾ കുടുംബബന്ധം വിളക്കി ചേർക്കുന്നവനാണ്, കൂട്ടിച്ചേർക്കുന്നവനാണ്. കുടുംബബന്ധത്തെ ബന്ധിപ്പിക്കുന്ന ആളാണ് താങ്കൾ. പിന്നെ രണ്ടാമത് പറയുന്നത് തഹ്മിലുൽ കല്ല, പ്രയാസമുള്ള ആൾക്കാർക്ക് താങ്ങും തണലുമായി മാറുന്ന ആളാണ് താങ്കൾ. തക്സിബുൽ മഅദൂം, സാമ്പത്തികമായി പലതര കാര്യങ്ങളിലും എല്ലാം നിരസിക്കപ്പെട്ട ഒന്നുമില്ലാതായിരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി സമ്പാദിച്ച് പണം കൊടുത്ത് അവരെ സാന്ത്വനം നൽകുന്ന ആളാണ് നബിയെ താങ്കൾ. പിന്നെ പറയുന്നത് തഖ്റുൽ വൈഫ്, അതിഥികളെ മാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് താങ്കൾ. അവസാനം പറയുന്നത് വതഈനു അലാ നവാഇബുൽ ഹഖ്, അവകാശങ്ങൾ വേണ്ടവർക്ക് അത് നേടിക്കൊടുത്ത് സഹായിക്കുന്ന ആളും കൂടിയാണ് താങ്കൾ. ഇത് റസൂലാവുന്ന ആ നിമിഷം ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണെന്ന് പഠിപ്പിക്കുന്ന ചെറിയൊരു വിവരണമാണ്. അതായത് ആ 40 വയസ്സ് വരെയും ഒരു മനുഷ്യൻ റസൂൽ ആവുന്നതിലേക്കുള്ള ഒരു പരുവപ്പെടൽ, ഒരു ഫോർമേഷൻ നുബുവത്ത് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു വർത്തമാനത്തിൽ മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആവേണ്ടത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ അമീൻ എന്നുള്ള പദം ലഭിച്ചത്, അതുപോലെ തന്നെ സാദഖ് എന്നുള്ള പദം ലഭിച്ചത്, വിശേഷണം ലഭിച്ചത്. കാരണം ഇതുകൊണ്ടാണ് ആ സമൂഹത്തിൽ 40 വയസ്സ് വരെയും സമൂഹത്തിനാവശ്യമായ സകലവിധ കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ. ഇങ്ങനൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ആളാണ് 40-ാമത്തെ വയസ്സിൽ ആ മൂർധന്യത്തിൽ നുബുവത്ത് ലഭിക്കുകയും ആ നുബുവത്തിൻ്റെ വർത്തമാനം കൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പെട്ടുടനെ ഉണ്ടാവുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെറുതെ കൊടുക്കുന്നതുമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു നുബുവത്ത് ലഭിക്കാൻ അർഹരായ ഒരാൾക്ക് ഒരുപാട് വാല്യൂവും മൂല്യങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ആ ഒരു ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം പേർന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവണം. ഒന്നാമത്തെ ഗുണം തന്നെ ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ എടുത്ത് പറയുന്നത് കുടുംബബന്ധം ചേർക്കുന്നവനാവണമെന്നാണ്. റസൂൽ എങ്ങനെയാണെങ്കിൽ വിശ്വാസികളും എങ്ങനെ ആവണമെന്നാണ്. ഒന്നുമില്ലാത്തവർക്ക് അവർക്ക് താങ്ങും തണലുമായി മാറണമെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തവന് എല്ലാം നിരസിക്കപ്പെട്ട് ജീവിക്കുന്നവന്, ഒന്നുമില്ലാത്തവന് സമ്പാദിച്ച് സഹായിക്കുന്നവനാവണം എന്നാണ് വീണ്ടും പറയുന്നത്. അതിൻ്റെ കൂടെ തന്നിലേക്ക്, തങ്ങളുടെ കുടുംബത്തിലേക്ക്, തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ ആദരവോടുകൂടി സമീപിക്കുന്നവനാവണം, അതിഥികളെ ആദരവോടുകൂടി സമീപിക്കുന്നവനാവണമെന്നാണ്. അതിനുശേഷം പറയുന്നത് അവകാശികൾക്ക് അവകാശം നേടിക്കൊടുക്കാൻ കഴിയുന്നവനുമാവണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 40 വയസ്സ് വരെയുള്ള ലൈഫ് നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ, അതായത് ഞാൻ പറഞ്ഞത് നുബുവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വർഷത്തിൻ്റെ ജീവിതത്തെ ചുരുക്കി പറയുന്നത് കാണാം. ഈ അനുഭവങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63-ാമത്തെ വയസ്സിൽ വഫാത്ത് സംഭവിക്കുന്നത് വരെയും അദ്ദേഹം പുലർത്തിയത് എന്ന് നമുക്ക് കാണാം. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, ഈമാൻ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് കുറച്ച് വിശ്വാസ ആചാര ചടങ്ങുകളുടെ ഒരു സിന്തസിസ് കൂട്ടം മാത്രമല്ല. ഇതില്ല എങ്കിൽ അതില്ല എന്ന് ഖുർആൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഭാഗത്തും പറയുന്നത് കാണാം. അതുപോലെ തന്നെ മക്കി സൂറത്തുകൾ തന്നെ എടുത്തു നോക്കുക, എത്രയെത്ര ഭാഗങ്ങളിലാണ് നമ്മൾ ആഖിറത്തിനെയും ഈമാനെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യതീമിനെ സഹായിക്കുന്നവരാവണം, മിസ്കീനിന് അവകാശം നേടിക്കൊടുക്കുന്നവനാവണം. സൂറത്ത് ദുഹയിൽ അത് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. ഒന്നുമില്ലാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കുടുംബം കൊടുക്കുന്നു. വഴി അറിയാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നു. അതാണ് നുബുവത്ത്. യതീമായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനാഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സനാഥനാക്കി മാറ്റുന്നു. ദരിദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധനികനാക്കി മാറ്റുന്നു. ഇത് പറഞ്ഞതിന് ശേഷം എന്താണ് ഖുർആൻ പറയുന്നത്? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുകൊണ്ട് പ്രവാചകരെ, നബിയെ, താങ്കൾ യതീമിനെ അധിക്ഷേപിക്കാൻ പാടില്ല. വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. പിന്നീട് ഓരോന്ന് പറയുന്നതാണ്, മിസ്കീനെയും അതുപോലെ തന്നെ ഓരോന്നിനെയും എടുത്ത് പറഞ്ഞു കാണാൻ കഴിയും. ചോദിച്ച് വരുന്നവനെ ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന്. കാരണം ഒരു വിശ്വാസം എന്നത് സാമൂഹികമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ പുലർത്താത്ത ഒരാൾക്ക് വിശ്വാസം കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആരാണ് പാപ്പരർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് മുഫ്ലിസ്? പാപ്പരൻ ആരാണെന്ന് എൻ്റെ കമ്മ്യൂണിറ്റി. സഹാബികൾ പലതും പറയുന്നത് ദിർഹമും ദീനാറും ഒന്നുമില്ലാത്ത, ജീവിക്കാൻ യാതൊരു അവസ്ഥയും ഇല്ലാത്ത ആളാണ് പാപ്പരെന്ന് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മറ്റൊരു മറുപടിയാണ്. എൻ്റെ കൗമിലെ പാപ്പരെന്ന് പറയുന്നത് ഈ നമസ്കാരവും നോമ്പും സക്കാത്തും സകലവിധ ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടായിട്ട് തന്നെ പക്ഷേ പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തവനാണ് എൻ്റെ കൗമിലെ പാപ്പർ എന്ന് പറയുന്നത് കാണാം. ഇത്രയും വിശാലമായ, അതായത് മറ്റൊരുത്തിന് വേണ്ടി ഒന്ന് നോവാൻ, ഒന്ന് വേദനപ്പെടാൻ കഴിയാത്തവന് വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ല എന്നാണ് ഈ ഹദീസുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കി സൂറത്തുകളുടെ തന്നെ ഒരു പ്രത്യേകത. പൊതുവെ നമുക്കറിയാം, മക്കി സൂറത്തുകളിൽ ആശയാദർശങ്ങളും ധാർമ്മിക പാഠങ്ങളും പഠിപ്പിക്കുന്നതാണ്. എന്താണ് തൗഹീദ്, എന്താണ് റിസാലത്ത്, ഇബാദത്ത്, ആഖിറത്ത് എന്താണ്. അതിൻ്റെ കൂടെ തന്നെ കോഡ് ഓഫ് കണ്ടക്റ്റ്, ധാർമ്മിക പാഠങ്ങളും പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കം വന്ന വിശ്വാസികളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഭാഗങ്ങളെല്ലാം
വിശ്വാസികളല്ലാത്ത ആൾക്കാരോടുള്ള നിങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലെ യതീമെന്നും നിങ്ങളുടെ ചുറ്റുപാടുള്ള മിസ്കീനെന്നും തടവുപുള്ളികളായ ആൾക്കാരെക്കുറിച്ചും ഒന്നുമില്ലാത്തവരെക്കുറിച്ചും പറയുന്നത് വിശ്വാസികളോടുള്ള ആൾക്കാരല്ല, വിശ്വാസം സ്വീകരിക്കാത്ത മുശ്രിക്കുകളോ അല്ലെങ്കിൽ കാഫറുകളോ ആയ ആൾക്കാരെ കുറിച്ചിട്ടാണ് ഖുർആനിൽ പറയുന്നതല്ല. മക്കി സൂറത്തിൽ നമുക്കത് കാണാം. അതായത് വിശ്വാസം മനുഷ്യൻ എന്ന നിലയിൽ ഒരു വിശ്വാസിക്ക് ബന്ധമുണ്ടാവാം. പല സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വന്ന് പറഞ്ഞു, ഞാൻ വിശ്വാസിയായി, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ വിശ്വാസിയായിട്ടില്ല, ഞാൻ എന്ത് സമീപനമാണ് അവരോട് കാണിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറണം. നമുക്ക് ലുക്മാൻ, സൂറ ലുക്മാൻ തന്നെ അത് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ശിർക്ക് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, പക്ഷേ അവർക്ക് ദുനിയാവിൽ അവരോട് ഏറ്റവും നല്ല നിലയിലുള്ള പെരുമാറ്റമാണ് അവരോട് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ലുക്മാനിൽ പറയുന്നത് കാണാം. അതായത് വിശ്വാസി അല്ലെങ്കിൽ പോലും നമ്മൾ ഖുർആൻ ഇസ്ലാമിൽ തന്നെ വേർതിരിക്കുന്നുണ്ടല്ലോ, മുസ്ലിം അല്ലെങ്കിൽ വിശ്വാസി അല്ലാത്തവർ. വിശ്വാസിക്ക് ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും പ്രിവിലേജുകളും ഖുർആൻ പല ഭാഗത്തും പറയുന്നതാണ്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതേസമയം തന്നെ മാനവികത എന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് തന്നെ വിശ്വാസം സ്വീകരിച്ചു എന്ന പേരിൽ കുടുംബവുമായി ബന്ധം മുറിക്കുവാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതില്ല. ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണങ്ങളിലൊന്ന് അത് നബി ഈ വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നത് കുടുംബ ബന്ധം മുറിക്കാനായിരുന്നു എന്നാണ്. പക്ഷെ നമുക്ക് കാണാം ഈ സൂറത്തുകളിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൻ കാലഘട്ടത്തിലെ പാഠങ്ങളിലുമെല്ലാം പ്രധാനമായും എടുത്തു പറഞ്ഞത് ഒരു തരത്തിലും വിശ്വാസം നിങ്ങൾ മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം കുടുംബബന്ധം നിങ്ങൾ മുറിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം പറയുന്നത് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിലുള്ള പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. നമുക്ക് സൂറത്തുൽ മാഊനിൽ തന്നെ ഇതേ വർത്തമാനം കാണാൻ കഴിയും. മിസ്കീനിൻ്റെ മിസ്കീനായവൻ്റെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശനം നടത്തുന്നത് കാണുവാൻ കഴിയും. വലാ യഹ്ദു അലാ തആമിൽ മിസ്കീൻ, ഈ സൂറത്ത് മക്കി സൂറത്താണ്. വിശ്വാസിയായ മിസ്കീൻ്റെ ഭക്ഷണത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. പൊതുവായി ആരാണെങ്കിലും മിസ്കീൻ, അവൻ മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ആരോ ആവട്ടെ, അവനുള്ള ഭക്ഷണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നേടിക്കൊടുക്കൽ അനിവാര്യമാണ് എന്ന തരത്തിലാണ് സൂറത്തുൽ മാഊൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബലദിൽ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ത്വാമുൻ ഫി യൗമിൻ ദി മസ്അബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. ഇസ്ലാമിനെ അവിടെ ഒരു മലം കയറ്റമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത്. ഒരു വിശ്വാസിക്ക് ഈമാനിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള വഴിയല്ല, അത് പ്രയാസമുള്ള വഴിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു മലമ്പാത കയറുന്നത് പോലെയാണ്. അതെന്താണെന്ന് അറിയാമോ? ആ മലമ്പാത ഫക്ക് റഖബ, അടിമത്ത മോചനമാണ്. ഇസ്ലാം എന്നത് ഈമാനും ഇസ്ലാമും എന്നല്ല വിശദീകരണമല്ല പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഇസ്ലാം എന്നത് അടിമകളെ മോചിപ്പിക്കലാണെന്നാണ്. ഔതാമു യൗമിൻ ദി മസ്അബ, പ്രയാസമുള്ളവന് ഭക്ഷണം കൊടുക്കുക, കുടുംബക്കാരനെ സഹായിക്കുക, മിസ്കീനെ അവനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് എടുത്ത് പറയുന്നത്. ഇസ്ലാം എന്താണ്? മക്കി സൂറത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മക്കി സൂറത്തുകൾ പോലും ഈമാനും ആഖിറത്തും പറയുന്ന ഭാഗത്ത് പോലും വിശ്വാസി അവിശ്വാസി എന്ന വേർതിരിവില്ലാതെ തന്നെ പൊതുസമൂഹത്തിൻ്റെ അവർക്ക് സ്വാതന്ത്ര്യമായി നിൽക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വാസിയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനുശേഷം മദീനയിലേക്ക് പോകുന്ന സാഹചര്യം നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിനു ശേഷവും മക്കയിൽ ഒരു കാലത്ത് ശക്തമായ വരൾച്ചയുണ്ടായി. തങ്ങളെ ആടി ഓടിച്ച അതേ മക്ക ഹിജറ ചെയ്യുന്ന സമയത്ത് മലയിൽ നിന്ന് തിരിഞ്ഞു നോക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്കുണ്ട്, മക്ക എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല. അത്രയും വേദനയോടുകൂടി അബൂബക്കർ റളിയല്ലാഹുവിനുമായിട്ടുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. എന്നിട്ട് പോയതിന് ശേഷം ആ മക്കയിൽ വരൾച്ചയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 500-ലധികം ഗോൾഡ് അഷ്റഫികൾ, അവിടുത്തെ 500-ലധികം സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തയച്ചത്. അതുമാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ കാരവാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനോട് തിരിച്ച് മക്കയിലേക്ക് അയക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരു മടിയുമില്ലാതെ തൻ്റെ മുഴുവൻ സമ്പത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചുവിടുന്നതും കാണാം. ഒന്ന് ആലോചിച്ച് നോക്കുക, തങ്ങളെ ആട്ടി ഓടിച്ച
അതേ കൂടെയുള്ള ഒരുപാട് സഹാബികളെ വധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച ആ സമൂഹത്തിന് വേണ്ടി, ശത്രു എന്ന് നമ്മൾ കരുതുന്ന ഖുറൈശി സമൂഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകമഴിഞ്ഞ് സഹായിക്കുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മക്കൾക്കാരുമായിട്ടുള്ള ബന്ധം പുലർത്തിയത്. ഇതിൽ ചെറിയൊരു രസകരമായ സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പണം കൊടുത്തയക്കുമ്പോൾ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ ആൾക്കാർ അവർ പറഞ്ഞു, ഇത് കണ്ടില്ലേ, മുഹമ്മദ് കുറച്ച് പൈസയൊക്കെ തന്നേക്കുവാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ മനമായി മാറ്റാനുള്ള പരിപാടിയാണ് എന്ന് പോലും അഭിപ്രായം പറഞ്ഞതായി ഹമീദുള്ള അടക്കമുള്ള പ്രമുഖ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ആ തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ വാർ എന്ന് തന്നെ വേണമെങ്കിൽ പിന്നീട് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. ശത്രു എന്ന് നമ്മൾ കരുതിയാലും ശരി, ആ തരത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹിജ്റ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് സങ്കീർണമായ സാഹചര്യമാണ്. വധിക്കപ്പെടാൻ എല്ലാ പശ്ചാത്തലവുമുണ്ട്. 100-ലധികം ഒട്ടകങ്ങളെയും മറ്റും ഇനാം പ്രഖ്യാപിച്ച സാഹചര്യം, കണ്ടുകിട്ടുന്നവർ തലവെട്ടിട്ടാണെങ്കിലും കൊണ്ടുവന്നാലും ശരി എന്ന് പ്രഖ്യാപിച്ച സാഹചര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്യാൻ കൂടെ കൊണ്ടുപോയതൊരു മുശ്രിക്കിനെയാണ്, മുസ്ലിമിനെ അല്ല. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കിനെയാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു, പിൽക്കാലത്ത് ഈ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ തജ്രീദ് എന്ന് പറയുന്നൊരു കിതാബിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക പണ്ഡിതന്മാരും അദ്ദേഹം അവസാനം വരെയും മുശ്രിക്കായി തന്നെയാണ് ജീവിച്ചതെന്നാണ് സാധാരണ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ അറിയാവുന്ന യാത്രകളിൽ നിന്ന് തെറ്റിച്ച് ഒരുപാട് വഴിദൂരം കൊണ്ടുപോയി ആർക്കും അറിയാത്ത വഴികളിലൂടെ കറക്കി മദീനൻ ഭാഗത്തേക്ക് കൊണ്ടെത്തിച്ചിട്ടാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഈ മുശ്രിക്കായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നത്. നമ്മുടെ ജീവിതത്തിൽ സങ്കീർണമായ സാഹചര്യങ്ങൾ എത്രത്തോളം മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്, ഉണ്ടാവാറുണ്ട്. സങ്കീർണമായ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഏതെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ ഉണ്ടാകുമോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 100-ലധികം ഇനാമുകൾ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ പോലും അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കിനെ കൂടെ ചേർത്ത് വിശ്വസ്തനായി കൊണ്ടുപോകുവാൻ, അയാളിൽ മുഴുവൻ വിശ്വാസം അർപ്പിച്ച് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞത് ആ മനുഷ്യനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലുത്തിയ സ്വാധീനമായിരുന്നു എന്നതാണ്. മറ്റൊരു വിശ്വാസമുള്ള, മറ്റൊരു കൾച്ചറുള്ള, മറ്റൊരു സംസ്കാരമുള്ള ഒരാളിൽ നമുക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും, നമ്മൾ ആലോചിക്കേണ്ട ഒരു നിമിഷമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിനു ശേഷം എന്താണ് ചെയ്തത്? ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൂക്ഷ്മമായും സുന്ദരവുമായ ഭരണഘടന എന്ന് വാഴ്ത്തുന്നത് മദീന ചാർട്ടർ എന്നറിയപ്പെടുന്ന സഹീഫ മദനിയ എന്ന പേരിലുള്ള ഡോക്യുമെൻ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുണ്ടായിരുന്ന വളരെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ, ഭൂരിപക്ഷമായ യഹൂദരെയും അതിൽ മൈനോറിറ്റിയായ ക്രിസ്ത്യൻസിനെയും ബാക്കി വന്ന മുശ്രിക്കുകളെയും മജൂസുകളെയും ചേർത്തുകൊണ്ടാണ് മദീന ചാർട്ടർ എന്ന് വിളിക്കപ്പെടുന്ന സഹീഫ മദനിയ രൂപീകരിച്ചത്. ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളുടെ മേലുള്ള ഭരണം നടത്തുന്ന ഒരു ചരിത്രമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവായി നിന്നുകൊണ്ട് ആ മുഴുവൻ സമൂഹത്തെയും ചേർത്തുകൊണ്ട് കരാറുണ്ടാക്കി, പരസ്പരം സഹായിക്കുക, ആരുടെയും വിശ്വാസങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകേറാൻ പാടില്ല, ആരുടെ രക്തം ചിന്താൻ പാടില്ല, ആരുടെയും സ്ത്രീകളെ അവരുടെ മഹത്വം ഹനിക്കാൻ പാടില്ല, ആരും മറ്റൊരാളുടെ ഗോത്രസഖ്യമായി ആരും യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലാ തരത്തിലുള്ള സമാധാനത്തിൻ്റെ പാക്റ്റ് ഉണ്ടാക്കുകയാണ് മദീന ചാർട്ടറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അത് അവസാനം വരെയും പിന്നീട് ഖുലഫാഉർ റാഷിദുകളുടെ കാലം വരെയും മദീന ചാർട്ടറിൻ്റെ പവർ അതേപടി നിലനിന്നു എന്ന് തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരിക്കലും നമുക്കറിയാം, ന്യൂനപക്ഷമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഭൂരിപക്ഷമായ സമൂഹം ഒരിക്കലും ഒരു റിവോൾട്ടിന് തയ്യാറായില്ല. കാരണം അതിനുള്ള സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തില്ല എന്നത് തന്നെ. അത്രയും സുന്ദരമായി അവരുള്ള കരാറുകൾ പൂർത്തീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു, അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമുക്ക് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അഭയാർത്ഥി പ്രവാഹങ്ങളാണ്. അഭയാർത്ഥികൾ ഉണ്ടാവുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നൊരു പരാജയമാണ് ഒട്ടുമിക്ക നാടുകളും സെനോഫോബിയ, കുടിയേറ്റ വിരുദ്ധത ശക്തമായുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അൽ ഇഖ്വാനു ഫിദ്ദീൻ, ദീനിലെ സഹോദരന്മാർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ
മുഹാജിറുകളെയും അൻസാരികളെയും കുടുംബ ബന്ധുക്കളാക്കി മാറ്റി, ആശയ സഹോദരന്മാരാക്കി മാറ്റി. അൻസാരികൾ എന്തും കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് മാനസികമായി അവർ പരിവർത്തിക്കപ്പെട്ടു. ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? 2 അഖബ ഉടമ്പടികളിലൂടെയാണ്. അതല്ലാതെ വേറെ ബന്ധവും അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. നബിയെ കണ്ടു, പരിചയപ്പെട്ടു, വിശ്വസിച്ചു പോയി അവർ ഒരു വലിയ ടീമായി 2ാം ഭാഗം അഖബ ഉടമ്പടി ഉണ്ടാകുന്ന ആദ്യത്തെ 12 പേരിൽ നിന്ന് 75ഓളം പേരായി തിരിച്ച് അൻസാരികൾ മക്കയിലെത്തുന്നത് കാണാം. ആ ഒരു സാഹചര്യം നോക്കുക. 2 വട്ട മീറ്റിങ്ങിൽ 2 പ്രാവശ്യം മാത്രം സംഗമമുണ്ടാകുന്നു. ആ സംഗമത്തിലൂടെ ഇസ്ലാമിന് മുഴുവൻ കമ്മിറ്റഡായ ഒരു സമൂഹത്തെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇനി താങ്കൾ ഏത് കടലിലേക്ക് പോകാൻ പറഞ്ഞാലും ഞങ്ങളുടെ അടി, ഏത് വലിയ സൈന്യത്തെ നേരിടാൻ പറഞ്ഞാലും ഞങ്ങളുടെ അടി എന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ മാറ്റുന്നു. ആ ഒരു തരത്തിൽ അത്രയും ലോയലായ ഒരു കമ്മ്യൂണിറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, മുഹാജിറുകളായ അഭയാർത്ഥികളായ ഈ മനുഷ്യന്മാരെ മദീനയിൽ അവരുടെ സഹോദരന്മാരാക്കി മാറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെയും പത്തരമാറ്റ് ക്യാരറ്റ് 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ അളവൊന്നും മനുഷ്യന്മാരായിരുന്നില്ല. ഇവർക്കിടയിലും മനുഷ്യത്വപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂറ ഹുജറാത്ത് നിങ്ങൾ വായിക്കുക. വൈൻ തായിഫത്താനി മീനൽ മുഅ്മിനീന ഖതതലൂ, മുഅ്മിനുകൾക്കിടയിലെ 2 വിഭാഗങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, അതായത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ആയത്ത് അവതരിച്ചത് സൂറ ഹുജറാത്തിൽ. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്ന, ഖലീഫയും ഗവർണറും തമ്മിൽ തല്ലുന്ന, അതിൽ പേര് ഒരുപാട് സഹാബികൾ ഷഹീദുകളാവുന്ന, ഓരോരുത്തരും അവരവരുടെ വിഭാഗത്താണ് ഷഹീദ് എന്ന് വാദിക്കുന്ന, മറ്റേ വിഭാഗം കാഫറാണെന്നും മുശ്രിക്കാണെന്നും മുനാഫിക്കാണെന്നും പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ചരിത്രത്തിൽ പോയിട്ടുണ്ട്. ഇതേ സഹാബികൾ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മുഹാജിറായ ഒരു മനുഷ്യൻ തമാശ രൂപേണ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്, തമാശയ്ക്ക് അൻസാരിയായ ഒരാളെ ഒന്ന് കുത്തി, കമ്പുകൊണ്ട് കുത്തിയെന്നോ കൈകൊണ്ട് കുത്തിയെന്നൊക്കെയാണ് പല റിപ്പോർട്ടുകളുണ്ട്. ഇത് മറ്റേ മനുഷ്യന് തമാശയായി മനസ്സിലായില്ല. അദ്ദേഹം വേദനിച്ചു. അദ്ദേഹം അൻസാരികളെ വിളിച്ചു. അൻസാരികൾ കൂട്ടമായി കൂടി. ഇത് കണ്ട് മുഹാജിറായ മനുഷ്യൻ മുഹാജിറുകളെയും വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ബഹളം കേട്ട് പുറത്തു വന്നു. എന്താണ് സംഭവം? അപ്പോൾ പറഞ്ഞു, ഇവർ തമ്മിൽ തല്ലാൻ പോകുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹ ഫൈനഹ മുന്ദിന, വളരെ നാറ്റക്കേസാണ്, അത് വിടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബിയുടെ മുമ്പിലിരിക്കെ തന്നെ ജിഹാദ് കഴിഞ്ഞു വരുന്ന സ്വഹാബികൾ പരസ്പരം തല്ലിലേക്ക് പോകുന്ന ടെൻഡൻസി മുമ്പേ തുടങ്ങിയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ അതേസമയം തന്നെ തൊട്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടുകൂടി ആ അടിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സഹാബികളെ നമുക്ക് കാണാം. അതായത് നമ്മൾ സഹാബികളെന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന മനുഷ്യന്മാരായിരുന്നു. അവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളുണ്ടായ മനുഷ്യന്മാരെ നല്ല രീതിയിലേക്ക് തർബിയത്തും തസ്കിയത്തും കൊടുത്ത് വാർത്തെടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഖുർആൻ ഹമിയത്തുൽ ജാഹിലിയ എന്ന് പറയുന്നൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത് കാണാം. ജാഹിലിയത്തിൻ്റെ വിദ്വേഷം, അതായത് നമ്മൾ കമ്മ്യൂണലിസം എന്നും സെക്ടേറിയനിസം എന്നും റീജിയണലിസം, പലതരം ഇസങ്ങൾ, അതായത് വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, ഈ ദേഷ്യത്തിൻ്റെ, യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള വിഘടനത്തെ ഖുർആനിൽ ഹമിയത്തുൽ ജാഹിലിയ എന്നാണ് വിളിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സഹാബികൾക്കിടയിൽ തന്നെ എങ്ങനെയാണ് ഈ വിഭാഗീയത, അതായത് കളറിൻ്റെ പേരിൽ അല്ലെങ്കിൽ നാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ അറബികളും അജമികളും എന്ന പേരിൽ പലതരം വിഭാഗീയത പലപ്പോഴും വിശ്വാസികൾക്കിടയിൽ പൊന്തി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയും സുന്ദരമായി കൈകാര്യം ചെയ്ത സന്ദർഭങ്ങളുണ്ട്. ഏറ്റവും നല്ല സന്ദർഭം നമുക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ആ ഒരു ചെറിയ സംഘർഷമാണ്. ഇവർ തമ്മിൽ എന്തോ വർത്തമാനമുണ്ടാവുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ ദേഷ്യത്തിൽ പറയുന്നു. ഇത് കേട്ട് അബൂദർ ഗിഫാരി, പ്രമുഖനായ സഹാബി, ഇസ്ലാം കേട്ടറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് മുസ്ലിമായി ദൂരെ നിന്ന് വന്ന് കണ്ടറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച സഹാബി, അദ്ദേഹം പറഞ്ഞു, ഇബ്നു സൗദ, കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. ശരി തന്നെയാണ്, ബിലാൽ കറുത്തവളുടെ മകനാണ്. പക്ഷേ ആ വിളിയിൽ ഒരു തരം റേസിസം, വംശീയതയുണ്ടായിരുന്നു. കറുത്തവൻ്റെ മകൾ എന്ന സത്യമാണെങ്കിൽ പോലും പക്ഷേ ആ സത്യം പലപ്പോഴും പറയാൻ പറ്റുന്ന സത്യങ്ങളല്ല.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നക ഇംറുഉൻ ഫീകൽ ജാഹിലിയ. അബൂദർ ഗിഫാരിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ അബൂദറെ ഇപ്പോഴും ജാഹിലിയത്ത് ബാക്കിയുണ്ടെന്നാണ്. ഇത് കേട്ട അബൂദർ ഗിഫാരി പിന്നെന്താണ് ചെയ്തതെന്നറിയാമോ? നിലത്ത് കടന്നുകൊണ്ട് കവിൾ കാണിച്ചു കൊടുത്ത് എൻ്റെ കവിളിൽ ചവിട്ടാൻ പറയുന്നുണ്ട്. അതായത് ഒരു വിമർശനം ഏറ്റുവാങ്ങാൻ പറ്റുന്ന തരത്തിലേക്കും വിശ്വാസികളെ മാറ്റിയ ഒരു മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തരത്തിൽ ഒരു സമൂഹത്തെയും കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമെന്ന് ആലിംഗനം ചെയ്യുന്നതാണ് പിന്നീട് സംഭവിക്കുന്നത്. അതായത് സമൂഹത്തിലുള്ള കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ തന്നെ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അല്ലെങ്കിൽ അനറബിയേക്കാളോ തിരിച്ചോ യാതൊരു മഹാത്മ്യവും ഇസ്ലാമിലില്ല എന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സാമൂഹ്യമായ ഒരു തരത്തിലുള്ള വേർതിരിവും ഒരു തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. മൻ ദഅ ഇലാ അസബിയ ഫലൈസ മിന്ന. പക്ഷപാതിത്വത്തിലേക്ക് ആര് വിളിക്കുന്നു അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചില കാര്യം, അതായത് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സൂറ ഹുജറാത്ത് മാത്രം എടുത്തു വായിച്ചാൽ മതി. ഒരു നേതാവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സഹാബികൾ സുഹൃത്തുക്കൾ തമ്മിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു വിവരം കിട്ടിയാൽ വിവരം അതേപടി വിഴുങ്ങുകയാണോ വേണ്ടത്, അതല്ലെങ്കിൽ അതിനെ വ്യക്തത വരുത്തി മനസ്സിലാക്കലാണോ വേണ്ടത്, പരദൂഷണം പാടില്ല, ജാസൂസി ചുഴിഞ്ഞന്വേഷണം പാടില്ല, നമീമത്ത് പാടില്ല, സ്വന്തം സഹോദരനെക്കുറിച്ച് നല്ലത് മാത്രമേ കരുതാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്കിടയിൽ നേരത്തെ ഓതി വെച്ച ആയത്ത് മാതിരി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടാവണം. അസ്ലിഹു ബൈന അഖവൈക്കും. നിങ്ങൾക്കിടയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധസംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവണം. അവർ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ സുൽഹ് വെക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ സുൽഹിൻ്റെ വർത്തമാനം പറയുന്ന ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഅ്മിനുകൾ എന്ന് പറയുന്നത് സഹോദരന്മാർ മാത്രമാണെന്നത്. അവർ യുദ്ധം ചെയ്യേണ്ടവരല്ല, അവർ പരസ്പരം തല്ലുകയും പഴി പറയേണ്ടവരുമല്ല. തൊട്ട് താഴെയും പറയുന്നു, വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅ്സൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. പരസ്പരം തെറിവാക്കുകൾ, ആക്ഷേപവാക്കുകൾ വിളിക്കരുത്. മുസ്ലിം ആയതിനു ശേഷവും തെമ്മാടിത്തരത്തിൻ്റെ വാക്കുകൾ വിളിക്കുന്നത് വിശ്വാസിക്ക് അനുയോജ്യമല്ല എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നെ കാണാം. അപ്പോൾ ഇങ്ങനെ വിശദമായ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ പരിവർത്തിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറ ഹുജറാത്ത്. അത് പ്രത്യേകമായി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ നോൺ മുസ്ലിം സമൂഹത്തോടുള്ള നിലപാടുകളും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ഖുർആനിൽ സൂറത്തുൽ നിസായിൽ 105-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വലാ തഖുലിൽ ഖാഇനീന ഖസീമ. ചതിയന്മാർക്ക് വാദിക്കാൻ നബിയെ താങ്കൾ നിൽക്കരുതെന്ന്. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. തുഅമത്ത് ബിൻ ബൈരിക് എന്ന് പറയുന്ന അൻസാരിയായ ഒരാൾ, ആ മനുഷ്യൻ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് ഒരു പരിചയ അടക്കമെന്തോ സാധനം മോഷ്ടിച്ചു. അദ്ദേഹം അത് മോഷ്ടിച്ചപ്പോൾ ഭയം തോന്നി സെയ്ദ് എന്ന് പറയുന്ന മറ്റൊരു യഹൂദൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ഇയാൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ മോഷണം പോയി എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം കാലുമാറിട്ട് പറഞ്ഞു, യഹൂദൻ മോഷ്ടിച്ചു എന്ന് ഈ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു. ബനു ഗഫർ എന്ന് പറയുന്നൊരു ഗോത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദറിലല്ലാത്ത മറ്റുള്ള യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്ത ഒരു സഹാബിയാണ് ഈ മനുഷ്യൻ. നബിയുടെ കൂടെയുള്ള മനുഷ്യനാണ്. അദ്ദേഹം അത് ലഭിക്കുകയും അവസാനം നബീൻ്റെ അടുത്ത് ഈ വർത്തമാനം അദ്ദേഹം തന്നെ, അതായത് യഹൂദൻ കുറ്റവാളിയായി മാറി. യഹൂദൻ വന്നിട്ട് പറഞ്ഞു, നബി ഞാൻ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ അൻസാരികളെല്ലാം ഒരുമിച്ച് കൂടി. അവർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നബി അതെങ്ങനെയാണ്? ഞങ്ങൾ അൻസാരികളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇത് യഹൂദനാണ്, മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ആരായിരിക്കും സത്യം പറയുക? പ്രകടമായ എല്ലാ തെളിവുകളും വെച്ച് നോക്കുകയാണെങ്കിൽ, സാഹചര്യ തെളിവുകൾ അടക്കം വെച്ച് നോക്കുകയാണെങ്കിൽ അൻസാരിയായ ഈ തുഅമത്ത് ബിൻ ഉബൈരിക്കാണ് പ്രതിവാദി എന്ന് നമുക്ക് കാണാം. ഈ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറയുന്നത് നബി വിധിക്കാൻ പോവുകയായിരുന്നു എന്നൊക്കെ അടക്കമുണ്ട്. അതായത് അൻസാരിക്ക് വേണ്ടി വിധിക്കാൻ പോവുകയായിരുന്നു.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിക്കൊണ്ട് പറഞ്ഞു, വലാ തഖുലിൽ ഖാഇനീന ഹസീമ, ചതിയന്മാർക്ക് വേണ്ടി നബിയെ താങ്കൾ വാദിക്കാൻ നിൽക്കരുത്. ഹസീം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് എന്നാണ് അർത്ഥം. വാദിക്കാൻ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ വിവരം നാട്ടുകാർ മുഴുവൻ അറിയുകയും ഈ തൗമത്ത് അവിടുന്ന് രക്ഷപ്പെടുകയും മുർത്തദ്ദായി മക്കയിൽ പോവുകയും അവിടുന്ന് കാഫിറായി ജീവിക്കുകയും, പക്ഷെ മോഷണം അവസാനിപ്പിച്ചില്ല. അയാളുടെ ജീവിതത്തിൻ്റെ അവസാനം സംഭവിച്ചതും നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരമായൊരു സംഭവത്തിലാണ്. മറ്റൊരു വീട്ടുകാരൻ്റെ വീട് മതിൽ തുരന്ന് വീടിനുള്ളിൽ കയറാനുള്ള ശ്രമത്തിലായിരുന്നു. മതിലും മേത്ത് വീണ് മരിക്കുകയാണ് ചെയ്തത്. സഹാബിയായി നാട്ടിലറിഞ്ഞ മുജാഹിദാണ് എന്ന് നാട്ടുകാർ വിളിക്കുന്ന നബിയുടെ കൂടെ ജീവിച്ച എന്നാൽ മുനാഫിക്കായി യഥാർത്ഥത്തിൽ ജീവിച്ച ആ മനുഷ്യൻ മോഷ്ടാവായി മാറുകയും അവിടുന്ന് മക്കയിലേക്ക് മുർത്തദ്ദായി തീരുകയും പിന്നീട് കാഫറാവുകയും അങ്ങനെ മരിക്കുകയും ചെയ്തൊരു ചരിത്രമാണ്. പക്ഷേ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദിയായ ഒരു മനുഷ്യൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആയത്തിറക്കി എന്നതിലാണ് ഫോക്കസ് നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാമിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ നിയമമുള്ളത്, മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ നിയമമുള്ളത് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളെയും മതവിശ്വാസികളെയും അവരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നും നമുക്ക് ചർച്ച ചെയ്യുന്നത് കാണാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 108-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തസുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല, പഴി പറയാൻ തെറി വിളിക്കാൻ പാടുള്ളതല്ല. കാരണം എന്താണ്? ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്, വിവരമില്ലാതെ അവർ അള്ളാഹുവിനെ വിളിക്കും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഒരു വിശ്വാസി നിങ്ങൾ ആദരിക്കേണ്ടതില്ല, അംഗീകരിക്കേണ്ടതുമില്ല, തെറി പറയേണ്ടതുമില്ല. പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിർക്ക് എന്ന് പറയുന്നത് ഭീകരമായ ദുൽമ് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ മുശ്രിക്കുകളായ മനുഷ്യന്മാരോട് ആ നിലപാടല്ല. ആശയ സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് വർത്തമാനം നടത്തേണ്ടത്. ഇദൂ ഇലാ സബീലി റബ്ബി ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അവരോട് ഹിക്മത്തും ഉപയോഗിച്ചുകൊണ്ട് സന്ദർഭമായ അവസരം നോക്കിക്കൊണ്ട് സാഹചര്യം നോക്കിക്കൊണ്ട് കോണ്ടക്സ്റ്റ് പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുടെ മനോവ്യവഹാരങ്ങൾ തന്നെ പരിഗണിച്ചുകൊണ്ട് ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് ദഅവത്ത് നടത്തേണ്ടതെന്ന് ഖുർആൻ പറയുന്നത് കാണാം. അല്ലാതെ അധിക്ഷേപം നടത്തിക്കൊണ്ടും തെറി വിളിച്ചുകൊണ്ടുമല്ല. അങ്ങനൊരു അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് നൽകിയിട്ടില്ല. അതാണ് നമുക്ക് നോൺ മുസ്ലിം സമൂഹത്തിലുള്ള സംവാദം എങ്ങനെയാവണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സംഭവം, മക്കം ഫത്തഹുണ്ടായി. അതായത് മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരോട് ഏത് സമീപനം സ്വീകരിച്ചു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത്. മക്കം ഫത്തഹുണ്ടായി. അപ്പോൾ കഅബയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു. വാതിൽ അടഞ്ഞു കിടക്കുന്നു, കഅബയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാണ് ഇതിൻ്റെ ചാവി കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ ഒരു മനുഷ്യനായിരുന്നു. അവരുടെ കുടുംബമാണ് ഈ ചാവി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പേടിച്ചിട്ട് കഅബയുടെ മുകളിൽ കയറിയിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് ചാവി കൊണ്ടുവരാൻ പറയുമ്പോൾ അള്ളാഹു കയറി പിടിച്ചു വാങ്ങി ചാവി കൊണ്ടും തുറന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. സൂറത്തുൽ നിസായിലെ 58-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ആരുടെ അമാനത്താണോ അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആയത്തുണ്ടായത്. ഈ ആയത്തും ഉദ്ധരിച്ചുകൊണ്ടാണ് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയും അലി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. എവിടെയാണ് ത്വൽഹ? വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. ത്വൽഹേൻ്റെ കയ്യിലേക്ക് ചാവി തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഇത് ഖാലിദത്തുൻ താലിദത്തുൻ ലാ യൻസൗഹാ മിൻക ഇല്ലാ വാലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിൻ്റെ കയ്യിലാണ് ഇനി എന്നേക്കുമായി. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അദ്ദേഹം മുശ്രിക്കാണ്. കഅബയുടെ ഫാത്തിഹായ മക്കയുടെ വിജയിയായ കഅബയുടെ വിജയിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും ചാവി നൽകുന്നത് മുശ്രിക്കായ ഒരു മനുഷ്യൻ്റെ കയ്യിലാണ്. ഇത് കേട്ടിട്ട് അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് കൊടുക്കാൻ പറയുന്നു. അലി റളിയല്ലാഹു നേരെ ചാവിയായിട്ട് ചെല്ലുമ്പോൾ, കുറച്ച് മുമ്പ് നീ എന്നെ വന്ന് ഉപദ്രവിച്ചിട്ട് പിടിച്ചു വാങ്ങിയിട്ട് പോട്ട് ഇപ്പം വന്നിട്ട് നല്ല വർത്താനം പറയുകയാണോ? അല്ലാഹു പറയുന്നു, ശരി തന്നെയാണ്, നിൻ്റെ കാര്യത്തിൽ അള്ളാഹു ആയത്തിറക്കിയിരിക്കുന്നു.
ഇത് കേട്ടിട്ട് ശരി തന്നെ, അതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ നിമിഷം അദ്ദേഹം ഷഹാദത്ത് ചൊല്ലിയെന്നാണ് മക്കം ഫത്തഹിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മുശ്രിക്കായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാവി നൽകുന്നു. ഇന്നും സൗദി അറേബ്യയിൽ ഈ തൊൽഹ ആല് ഉസ്മാൻ ഇബ്നു തൊൽഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് കഅബയുടെ ചാവി കൊണ്ട് നടക്കുന്നത്. ഇതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നു, റസൂലെ ആ ചാവി എനിക്ക് തരുമോ? കാരണം ഞങ്ങളാണ് കുടുംബപരമായി ഈ വെള്ളം കൊടുക്കുന്ന ഹാജിമാർക്ക്. ഇനിയിപ്പോൾ ചാവി കൂടെ കിട്ടുമ്പോൾ കുറച്ച് പുണ്യം ഞങ്ങൾ കൂടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തില്ല. അങ്കിളാണ്, കുടുംബക്കാരനാണ്, പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൊടുത്തില്ല. പകരം കൊടുത്തത് മുശ്രിക്കായ മനുഷ്യനാണ്. അത് അദ്ദേഹത്തെ മനം മാറ്റുവാൻ പ്രേരിപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുശ്രിക്കായ മനുഷ്യനോടുള്ള സമീപനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിതിൽ കാണാം. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലം നോക്കുക. ഹുദൈബിയയുടെ സന്ധിയുടെ പശ്ചാത്തലം ഇത് തന്നെയല്ലേ? കരാർ എഴുതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ തിരിച്ചു വിടണം, മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ വിടാൻ പാടില്ല എന്ന് പറയുന്ന, പിടിച്ചു വെക്കുമെന്ന് പറയുന്ന തീരുമാനമുണ്ടാകുമ്പോൾ എഴുതുമ്പോഴാണ് അബൂ ജുന്ദൽ റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പോൾ പിതാവ് പറയുന്നു, ഇപ്പം നിങ്ങൾ തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി. അദ്ദേഹത്തോട് പറയുന്നത്, ജുന്ദലെ നീ തിരിച്ചു പോവുക, നമ്മൾ കരാർ തീരുമാനമായി കഴിഞ്ഞു. അതായത് മുശ്രിക്കിൻ്റെ കയ്യിൽ പീഡിതനാവുന്ന ഒരു സഹാബി രക്ഷപ്പെട്ട് വന്ന നേരത്തിൽ പോലും, വിശ്വാസികൾക്കെതിരാവുന്ന പ്രത്യക്ഷമായ സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പാലിച്ചു എന്നത് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കി എന്ന് നമുക്ക് പിന്നീടുള്ള ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഒരു നീണ്ട ചരിത്രം ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിൽ നമുക്ക് ഇതേപോലെ കാണാം. അപ്പോൾ ഇങ്ങനെ മുശ്രിക്കുകളോടുള്ള വിഷയം മുനാഫിക്കുകളുടെ ചരിത്രത്തിലും കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു മുസ്ലിം സമൂഹത്തിലെ അഞ്ചാം പത്തികൾ ആരൊക്കെയായിരുന്നുവെന്ന്, മുസ്ലിം സമൂഹത്തിലെ തുരങ്കം വെക്കുന്നവരാരൊക്കെയായിരുന്നുവെന്ന്. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂലിനെ നമസ്കാരത്തിന് ജനാസ നിസ്കരിക്കാൻ തയ്യാറെടുത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തടഞ്ഞു എന്നത് ചരിത്രം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. ഈ അബ്ദുല്ലാഹ് ബിൻ സുലൂൽ എന്ന് പറയുന്നത് നബി ദീനിലേക്ക് വരുമ്പോൾ രാജാധികാരം നഷ്ടപ്പെട്ട ആളാണ്. അന്ന് മുതൽ അയാളുടെ മരണം വരെയും നബിയുടെ ഒപ്പം നിന്ന്, പക്ഷേ മുശ്രിക്കുകൾക്കും യഹൂദർക്കും സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്ന, സഹായിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂറത്തുൽ മുനാഫിഖുൽ അത് പറയുന്നത് കാണാം. അതായത് നുഖ്രിജു മിൻ കുല്ലി ആസിമിൻ, അതല്ല, ഞങ്ങളാണ് ഇസ്സത്തുള്ളവർ, മദീനയിലേക്ക് എത്തുമ്പോൾ ഈ മ്ലേച്ഛന്മാരെയൊക്കെ ഞങ്ങൾ പുറന്തള്ളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഒരിക്കൽ ഇതാ കണ്ടില്ലേ, ഒരു കഴുത മറ്റൊരു കഴുതയുടെ പുറത്ത് പോകുന്നത് കണ്ടില്ലേ എന്ന് കളിയാക്കിയ സന്ദർഭം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴുതയായി ചിത്രീകരിച്ച മനുഷ്യൻ കൂടാണ്. എന്നിട്ടും ആ മനുഷ്യന് വേണ്ടി എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ തയ്യാറായത്? പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ചില മുനാഫികളുടെ കാര്യത്തിൽ, തലയങ്ങ് വെട്ടിയെടുക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, എൻ്റെ സമൂഹത്തിൽ മുഹമ്മദ് സ്വന്തം കമ്മ്യൂണിറ്റികളിൽ രക്തം ചിന്താൻ തുടങ്ങി എന്ന് നാട്ടുകാർ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കമ്മ്യൂണിറ്റിയോട്, മുനാഫിക്കുകളായ ആൾക്കാരെ പോലും അവസാനം നിമിഷം വരെയും ഇസ്ലാമിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആളാണ്. സമൂഹത്തിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പോലും അവർക്കും തസ്ബീയത്തിനും തർബീയത്തിനും അവസരമുണ്ട് എന്ന് ചിന്തിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള മുശ്രിക്കുകളെയും യഹൂദരെയും ക്രിസ്ത്യാനികളെയും അവരെയും ദഅവത്ത് നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും ഇത്രയും സുന്ദരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഇടപെടലുകളെക്കുറിച്ച് പറയുന്നത് കാണാം. ലൈസ മിന്ന എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മളിൽപ്പെട്ടവരല്ല. അതിൽ മൻ ഗശ ലൈസ മിന്നി, വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അയൽവാസി പട്ടിണി കിടന്ന് വിശന്ന് കിടക്കുമ്പോൾ വയറ് കഴിച്ച് കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നേരത്തെ പറഞ്ഞ മൻ ദഅ ഇലാ അസബിയ ഫലൈസ മിന്ന, അസബിയയിലേക്ക് പക്ഷപാതത്തിൽ വിളിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതായത് തെറ്റായ മുൻകറായ വഴികളിലേക്ക് പോകുന്ന ഒന്നും വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു തരത്തിൽ, അതായത് സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും സമൂഹത്തിൻ്റെ കാര്യങ്ങളിലും മുസ്ലിങ്ങളുടെയും മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെയും യഹൂദരുടെയും അഹ്ലു കിതാബുകളുടെ കാര്യത്തിലും എല്ലാത്തിലും സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തിയ ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. ഈ തരത്തിൽ സാമൂഹ്യമായ മേഖലകളിൽ എല്ലാ തരത്തിലും സൂക്ഷ്മത പുലർത്തിയ
ഇസ്ലാമിൻ്റെ മോഡൽ എന്താണെന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരാളെന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുൽഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നത്. ഖുർആൻ നമ്മളിലേക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യപ്പെടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളിൽ എത്രത്തോളം കാണണമെന്നുമുള്ള ഒരു ചിത്രീകരണമാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞു വെച്ചത്. അത് ഉണ്ടാകുമ്പോഴാണ് വിശ്വാസിയാണ് എന്നതിനേക്കാളും അപ്പുറം വിശ്വാസിയാണെന്ന് സ്വയം ബോധിപ്പിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. എന്നാണ് സ്വതക്ക വ്യാപിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സ്വതക്ക എന്ന് പറയുന്നത് ഞാനൊരു വിശ്വാസിയാണെന്ന് സ്വയം ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ആക്ഷനെയാണ് സ്വതക്ക എന്ന് പറയുന്നത്. നാട്ടാരും കാണാതെ ആരും കാണാതെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി നിന്നിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണ് സ്വതക്ക. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു എമ്പതി നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു ആക്ഷനാണ് സ്വതക്ക. ഈ തരത്തിൽ വിശ്വാസികളെ മാറ്റുവാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഉസ്വത്തുൽ ഹസന എന്നും ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ തന്നെ സൂറത്തുൽ മുഹമ്മദിൽ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ കൂടെയുള്ളവർ എന്താണ് റുഹമാ ബൈനഹും, കാഫറുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ റുഹമാ ബൈനഹും വിശ്വാസികൾക്കിടയിൽ പരസ്പരം കാരുണ്യമുള്ളവരാണ്. ഈ തരത്തിലുള്ള ബന്ധം പുലർത്തുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്. കാരുണ്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ബന്ധം, എമ്പതിയുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് വിശ്വാസികൾക്കിടയിൽ രൂപപ്പെടേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ തരത്തിലുള്ള സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ സമ്പൂർണ്ണമായി നമ്മളാൽ കഴിയും വിധം നമ്മളിലേക്ക് പകർത്തിയെടുക്കാൻ ഒപ്പിയെടുക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമാവധി തെറ്റുകളിൽ നിന്നകന്ന് നന്മയിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഖർരിബീങ്ങളായ സമീപസ്ഥരായ വിശ്വാസികളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാകപ്പിഴകൾ സംഭവിച്ചേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്ത് കൂടുതൽ നന്മ ചെയ്യുന്ന വിശ്വാസികളാക്കി നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.